കേന്ദ്രത്തിൽ കുറഞ്ഞത് 30 വർഷമെങ്കിലും BJP അധികാരത്തിലുണ്ടാകുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നപ്പോൾ അടുത്ത 30 വർഷത്തേക്ക് BJP അധികാരത്തിൽ തുടരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ 10 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ട്. ടൈംസ് നൗ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. BJP രൂപീകരിച്ചത് മുതൽ അതിന്റെ പ്രധാന അജണ്ടകളിലൊന്നായതിനാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും. ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളത് ചെയ്തു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. അതും നടപ്പിലാക്കി. ഇനി ബാക്കിയുള്ളത് ഏകീകൃത സിവിൽ കോഡാണ്. അതും ഞങ്ങൾ നടപ്പിലാക്കും. ഉത്തരാഖണ്ഡ് UUC നടപ്പിലാക്കി. ഗുജറാത്ത് അതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളും ഒന്നൊന്നായി ഇത് അവതരിപ്പിക്കും. അതേസമയം 1991 ആരാധനാലയ നിയമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് അമിത് ഷാ ഒഴിഞ്ഞുമാറി. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിക്കൊണ്ട് രാജ്യത്ത് ഭരണം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ അമിത് ഷായുടെ പ്രസ്താവന പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. അടുത്ത 30 വർഷം കൂടി രാജ്യം ഭരിക്കുമെന്ന് പറയുമ്പോൾ മലർപ്പടിക്കാരന്റെ സ്വപ്നം പോലെ എന്നാണ് പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ജനാധിപത്യ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്ത് അതിനെ ഹനിച്ചുകൊണ്ട് ഭരണം നിലനിർത്താൻ നോക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ.